CUET UG വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ അതിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മാർക്ക് ഒരു ആവറേജ് ഒരു 150 ബിലോ ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. 150 അബവ് ആണെങ്കിൽ ഷുവറായി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ബീഹാർ സൗത്ത് ബീഹാർ എന്ന് പറയുന്നത്. ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് ഒരുപാട് മലയാളീസ് പഠിക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കൂടിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ എന്ന് പറയുന്നത്. ഏകദേശം 24 കോഴ്സുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ UG വഴി കൊടുക്കുന്നുള്ളത്. ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് CUET UG ചെയ്തിട്ടുള്ളവർ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചതെന്ന് പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 9-ാം തീയതി ആയിരുന്നു വന്നിരുന്നത്. ജൂലൈ 9-നായിരുന്നു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 16th ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള. അതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങൾ എത്രയാണ് നമുക്ക് നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് ജനറൽ, അതുപോലെ തന്നെ OBC, അതുപോലെ തന്നെ EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത്. അതുപോലെ തന്നെ SC, ST, PWD കാൻഡിഡേറ്സ് ആണെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് ആപ്ലിക്കേഷൻ ചാർജ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് CUSBCUET.samarth.edu.in എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ പോർട്ടലിലേക്ക് നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റും. നിങ്ങളെല്ലാം ഗൂഗിളിൽ സൗത്ത് ബീഹാർ UG അഡ്മിഷൻ അടിച്ചു കൊടുത്താൽ തന്നെ ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ടൈം ലൈൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിന്റെ ഒരു അഡ്മിഷന്റെ എങ്ങനെയാണ് ടൈം ലൈൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത് 9th ജൂലൈക്കായിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നത് 16th ജൂലൈ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം ചില യൂണിവേഴ്സിറ്റികളൊക്കെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ആപ്ലിക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഈ ഒരു വീഡിയോ കാണുന്ന ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഷുവറായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 21st ജൂലൈ 2026 ഇതിന്റെ ഫസ്റ്റ് കട്ട് ഓഫ് മാർക്ക് ഔട്ട് ചെയ്യുന്നത്. കട്ട് ഓഫ് മാർക്ക് അതിന്റെ ഒരു പ്രോഗ്രാം വൈസ് ഓരോ പ്രോഗ്രാമിന്റെ ഒരു കട്ട് ഓഫ് ലിസ്റ്റ് അവർ ഔട്ട് ചെയ്യും. കമ്പാരിറ്റീവ്ലി ബാക്കി യൂണിവേഴ്സിറ്റികൾ നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ് സൗത്ത് ബീഹാർ ഫോളോ ചെയ്യുന്നത്. അവരൊരു കട്ട് ഓഫ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇത്ര മാർക്കിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാനുള്ള സാധനം പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരും. അപ്പോൾ അവർ പേയ്മെന്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് എന്താ പറയാ 21st ജൂലൈ 2026 മുതൽ 23 ജൂലൈ 2026 വരെയാണ് ആ ഒരു ഫീ പേയ്മെന്റ് ചെയ്ത് അഡ്മിഷൻ ബ്ലോക്ക് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അതിനുശേഷം സെക്കൻഡ് റൗണ്ട് ഓഫ് അഡ്മിഷൻ വരും. അതിന്റെ വരുന്നത് 27th ജൂലൈക്കായിരിക്കും സെക്കൻഡ് റൗണ്ട് ഓഫ് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഇതാണ് ഒരു അഡ്മിഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് 30 ജൂലൈ 2026 പബ്ലിക്കേഷൻ ഓഫ് ലിസ്റ്റ് ഓഫ് പ്രൊവിഷ്യൽ അഡ്മിറ്റഡ് സ്റ്റുഡൻസ്. അതുവരെ അഡ്മിഷൻ എടുത്തിട്ടുള്ള 2 റൗണ്ട് കഴിഞ്ഞിട്ട് എത്ര സ്റ്റുഡൻസ് ആണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് കാര്യങ്ങൾ ജൂലൈ 30ക്ക് അവർ ഔട്ട് ചെയ്യും, കംപ്ലീറ്റ്ലി ആയിട്ട് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഇൻടേക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായി ശ്രദ്ധിക്കുക. നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2023-24 ടൈമിൽ ഇതിൽ ഏകദേശം ചില കോഴ്സുകൾക്കൊക്കെ മൈനസിൽ വരെ മാർക്കുള്ള ആൾക്കാർക്ക് വരെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. സൗത്ത് ബീഹാർ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ അപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പോലും അപ്ലൈ ചെയ്താൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ എന്ന് പറയുന്നത്. അക്കാഡമിക്സ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത അക്കാഡമിക്സ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും ആപ്ലിക്കൻസ് പൊതുവെ എന്താ പറയുക മാർക്ക് കുറവുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം 24ഓളം UG കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി BSc MSc ഇന്റഗ്രേറ്റഡ് ബയോടെക്നോളജിയാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ ബയോളജി ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഈ BSc MSc ബയോടെക്നോളജി കോഴ്സിന് നിങ്ങൾ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ. പിന്നെ വരുന്ന കോഴ്സാണ് BSc MSc ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഇൻ എൻവയോൺമെന്റൽ സയൻസ്. അപ്പോൾ ഈ ഒരു കോഴ്സിന് നിങ്ങൾ ജനറൽ ടെസ്റ്റും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് പേപ്പർ എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അതിന്റെ എഴുതിയാൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. അപ്പോൾ 500 ഇതിന്റെ ഒരു മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ വരുന്നതാണ് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ അഗ്രികൾച്ചർ. അപ്പോൾ ജനറൽ ടെസ്റ്റ് കൂടാതെ ഈ പറഞ്ഞിട്ടുള്ള ബാക്കി സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്ന കോഴ്സാണ് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഓപ്ഷൻ ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. 500 മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ ലൈഫ് സയൻസ്
വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സോളജി ആൻഡ് ബോട്ടണി ഓർ ബോട്ടണി എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താ പറയാ, ജനറൽ ടെസ്റ്റ് അതുപോലെ തന്നെ ബയോളജി എഴുതിയിരിക്കണം എന്നുള്ളതാണ്, നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ ഫിസിക്സ് ആണ്. അപ്പൊ അതിന്റെ ഫിസിക്സ് പേപ്പർ മാത്രം എഴുതിയാൽ മതി, ഡൊമൈൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ കെമിസ്ട്രി ആണ്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ കെമിസ്ട്രി എഴുതിയിരിക്കണം. രണ്ടും എഴുതിയാൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ ജിയോളജി ആണ്. അതിൽ ജനറൽ ടെസ്റ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ ജിയോഗ്രഫി. അതും മറ്റൊരു കോഴ്സാണ്, ജിയോഗ്രഫിയാണ്. നേരത്തെ ജിയോളജി ആണ് പറഞ്ഞത്, ഇപ്പോൾ ജിയോഗ്രഫിയാണ്. അപ്പൊ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ സൈക്കോളജിയാണ്. BA ആൻഡ് MSc സൈക്കോളജിയാണ്. BSc MSc BA MR ഇന്റഗ്രേറ്റഡ് ആ സൈക്കോളജിയാണ്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. ജനറൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാം, നിങ്ങൾ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതിന്റെ ജനറൽ ടെസ്റ്റ് ഓർ കോർ മാത്തമാറ്റിക്സ് മാത്സ് എഴുതിയാൽ മതി. ജനറൽ ടെസ്റ്റ് അല്ലെങ്കിൽ മാത്സ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന 5 ഇയർ ഇന്റഗ്രേറ്റഡ് ഇൻ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ അതിന്റെ പറയുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ മാത്സ് എഴുതണം എന്നുള്ളതാണ്. മാത്സ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ ഡിഫാം വരുന്നുണ്ട്, 2 ഇയർ ഡിപ്ലോമ ഇൻ ഡിഫാം ഫാർമസി. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ പറഞ്ഞാൽ ജനറൽ ടെസ്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് IR. പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് IRൽ ഫോക്കസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ പൊതുവെ 2-3 യൂണിവേഴ്സിറ്റികളുണ്ട്. പോണ്ടിച്ചേരി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അങ്ങനെ 1-2-3 യൂണിവേഴ്സിറ്റികളെ അങ്ങനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് IRന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ ഇംഗ്ലീഷിൽ. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വരുന്ന 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ എക്കണോമിക്സ് ആണ്. അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG PG ഇൻ ഹിന്ദിയാണ്. ജനറൽ ടെസ്റ്റ് ആൻഡ് അതുപോലെ തന്നെ ഹിന്ദി എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ ഹിസ്റ്ററിയാണ്. 5 ഇയർ കോഴ്സാണ്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ഹിസ്റ്ററി എഴുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വരുന്ന 5 ഇയർ ഇന്റഗ്രേറ്റഡ് PG UG ആൻഡ് PG ഇൻ കൊമേഴ്സ് ആണ്. 5 വർഷത്തെ കോഴ്സാണ്. BCom പ്ലസ് MCom ഉള്ള കോഴ്സാണ്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ അക്കൗണ്ടൻസി എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന 5 ഇയർ ഇന്റഗ്രേറ്റഡ് BA LLB ആണ്. ഒരുപാട് ആൾക്കാർ നോക്കുന്ന ഒരു കോഴ്സാണ് BA LLB ഹോണേഴ്സ് എന്ന് പറയുന്ന 5 ഇയർ കോഴ്സാണ്. അപ്പൊ അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷും എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. അതുപോലെ തന്നെ BBA LLB ആണ് 5 ഇയർ ഇന്റഗ്രേറ്റഡ്. നേരത്തെ പറഞ്ഞ BA LLB ആണ്, ഇത് BBA LLB 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ് പിന്നെ വരുന്നത്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് എഴുതണം, അതുപോലെ തന്നെ ഇംഗ്ലീഷും എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന BSc ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കോഴ്സാണ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട്. ഐക്കർ വഴി അല്ലാതെ അഗ്രികൾച്ചർ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നിങ്ങൾ മാർക്ക് കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ കോഴ്സ് എന്ന് പറയുന്നത് 4 ഇയർ BSc ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ ആണ്. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കെമിസ്ട്രി എഴുതിയിരിക്കണം, അതുപോലെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്. കെമിസ്ട്രി നിർബന്ധമായി എഴുതിയിരിക്കണം, കൂടാതെ അഗ്രികൾച്ചർ, ബയോളജി, മാത്സ്, ഫിസിക്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളതാണ്. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 500,000 മാർക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കോഴ്സ് കാര്യങ്ങൾക്കായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ എന്ന് പറയുന്നത്. അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് കമന്റ് ബോക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. പോണോ വേണ്ടെന്നുള്ള പിന്നീടുള്ള തീരുമാനങ്ങളാണ്, പിന്നീട് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും അപ്ലൈ ചെയ്തിട്ടോളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.